ഹഷ്മി, ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ? ഏത് തരത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്? അതുപോലെ തന്നെ ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? അതോ മഴ തുടരുകയാണോ? മഴ തന്നെയാണ്. മഴ കൃഷ്ണ ഇവിടെ ഇടവിട്ട് പെയ്യുന്ന ഈ പെരുമഴ രക്ഷാദൗത്യത്തെ ചെറുതല്ലാത്ത രീതിയിൽ അതിനെ പിന്നോട്ടടിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇന്നും ഇപ്പോൾ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട രീതിയിൽ വലിയ മഴ പെയ്യും, വലിയ കാറ്റടിക്കും, ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. അത് ഉറപ്പായും ഈ രക്ഷാദൗത്യത്തെ പിന്നോട്ടടിക്കുമെന്ന് അതൊരു തർക്കവുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പിന്നെ ഈ മഴ രക്ഷാപ്രവർത്തകർക്ക് ഒരു ശീലമായിരിക്കുന്നു. അതിനെ കൂടി മറികടന്നുകൊണ്ടാണ് ആ ദൗത്യം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഗംഗാവാലി പുഴയിലുള്ള രക്ഷാദൗത്യം അതിന്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗംഗാവാലി പുഴയിൽ അതിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ സജ്ജമാകണമെങ്കിൽ കൂടുതൽ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമായി വരും. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ, പുഴയുടെ അടിത്തട്ട് പരിശോധിക്കാനുള്ള ഈ ഹൈറോസോണേറ്റിംഗ് റഡാർ അടക്കമുള്ള ഹൈറോസോണേറ്റിംഗ് സോണാർ അടക്കമുള്ള കാര്യങ്ങൾ, ഡീപ് പെനട്രേറ്റിംഗ് റഡാർ അടക്കമുള്ള കാര്യങ്ങൾ, ഫോറക്സ് 120U പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതലായി ഇങ്ങോട്ടേക്ക് ഈ പുഴയുടെ അടിത്തട്ടടക്കം പരിശോധിക്കണമെങ്കിൽ വേണ്ടിവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിദഗ്ധർ, കേരളത്തിൽ നടക്കം കൂടുതൽ വിദഗ്ധർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും 8ാം നാൾ നമ്മൾ ആ രക്ഷാദൗത്യത്തിൽ നിൽക്കുകയാണ് കൃഷ്ണ സ്മിത. ഇവിടെ കര കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചു എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. നമ്മുടെ രക്ഷാദൗത്യ പറയുന്ന അവിടെ ഇനിയും മണ്ണ് മാറ്റാനുണ്ട്. ആ മണ്ണ് മാറ്റൽ സമാന്തരമായി നടക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ആ മേഖല മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഇന്നുണ്ടാവില്ല. ഇന്നിപ്പോൾ ഗംഗാവാലിയിലേക്കാണ്. ഗംഗാവാലി പുഴ എന്ന് പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് അതിന്റെ തീവ്രത, അതിന്റെ ഭീകരത എത്രത്തോളം വ്യക്തമാകുമെന്ന് അറിയില്ല. എന്തായാലും ചില സ്ഥലങ്ങളിൽ 150 മീറ്ററായും ചില സ്ഥലങ്ങളിൽ 485 മീറ്റർ വരെ വിസ്തൃതിയിൽ ഒഴുകുന്ന പുഴയാണ്. ഇതിന്റെ ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഇതിന്റെ സ്വാഭാവിക വീതി എന്ന് പറയുന്നത് 252 വരെ ഇപ്പോൾ ഈ അപകടമുണ്ടായതിനു ശേഷം ആ പുഴയുടെ വിസ്തൃതി മാറിയിട്ടുണ്ട്. അതോടൊപ്പം അത്ര തന്നെ ആഴവും. മാത്രമല്ല ഈ മണ്ണ് അടിഞ്ഞിറങ്ങി ചെങ്കുത്തായ മലയിൽ നിന്നും മണ്ണ് കുത്തനെ ഒലിച്ചിറങ്ങി അവിടെ ആ പുഴയ്ക്ക് ഏതാണ് നടുഭാഗത്തായി ഒരു വലിയ മൺകൂന എന്ന് പറയാൻ കഴിയില്ല, ഒരു ചെറു ദ്വീപ് എന്ന് പോലും പറയാം. കാര്യം ഇന്നലെ രക്ഷാപ്രവർത്തകർ ആ മൺകൂനയ്ക്ക് മുകളിൽ കയറി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ താഴെ ഈ 30 അടി താഴ്ചയിൽ നിന്ന് മണ്ണിട്ട് നികന്ന് ഒരു 3 നാൾ പൊക്കത്തിലൊക്കെ പുഴയുടെ മുകളിലേക്ക് മണ്ണിങ്ങനെ നിൽക്കുകയാണ്. ഇതടക്കം പൊളിച്ച് പരിശോധിക്കണമെങ്കിൽ ചെറിയ സാങ്കേതിക സംവിധാനങ്ങളൊന്നും മതിയാവില്ല. വലിയ സാങ്കേതിക സംവിധാനങ്ങളും വലിയ ആൾശേഷിയും എന്തായാലും വേണ്ടിവരും. ഈ പുഴയിലേക്ക് ഈ ടാങ്കർ നമ്മുടെ അർജുൻ്റെ ലോറി പോയിട്ടുണ്ടോ ാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആശങ്ക. അങ്ങനെ പോയില്ല എന്ന് പറയാതെ ഇപ്പോൾ നമ്മുടെ മലയാളി രക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവർ അത് കരയിൽ തന്നെ ഉണ്ട്, മണ്ണിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ ആവർത്തിച്ച് ആഗ്രഹിക്കുമ്പോഴും പറയുമ്പോഴും അത് പുഴയിലേക്ക് പോകാനുള്ള സാധ്യതകളും കൂടി ഉണ്ട് എന്ന് ഇന്ന് സേനയിൽ ചിലർ പറയുന്നു, നാവികസേനയിൽ ചിലർ പറയുന്നു. അതിന് പറയാനുള്ള കാരണം 2 ടാങ്കറുകൾ നമ്മൾ കണ്ടതാണ്. 2 ടാങ്കറുകൾ എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കർ 22 ടണ്ണോളം ഭാരമുള്ള ടാങ്കറാണ്. ആ ടാങ്കർ ഈ വലിയ കുത്തൊഴിച്ചിൽ മലയിടിച്ചിലിൽ അടിച്ച് നദിയിലേക്ക് പോയി. അത് ഏറ്റവും താഴെ 8 കിലോമീറ്റർ അകലെ നിന്നാണ് ഈ ടാങ്കർ കണ്ടത്. അത്രയും ഭാരമുള്ള ഒരു ടാങ്കർ അടിച്ച് നദിയിലേക്ക് പോകാമെങ്കിൽ, അത്രയധികം കല്ലും മണ്ണും നദിയുടെ നടുക്ക് ഒരു വലിയ മൺകൂന തീർക്കാമെങ്കിൽ ലോറിയും പോയി കൂടാ എന്നില്ല എന്നുള്ളതാണ് ചില വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാവാലി പുഴയിലെ പരിശോധന അതിനിർണായകമാണ്. നമ്മൾ നേരത്തെയൊക്കെ പറയുന്ന പോലെ ഗംഗാവാലി പുഴയിൽ ഈ നാവികസേന ഡൈവർമാരുടെ അവർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. എന്ന് പറഞ്ഞാൽ അവർ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു വലിയ ഭാരമുള്ള സ്വിംഗർ എന്ന് പറയുന്ന ഒരു സംവിധാനം താഴേക്കിട്ട് അതിൽ പിടിച്ച് താഴേക്ക് പോകുന്ന ഒരു രീതിയാണ് അവലംബിച്ചത്. അതിന് കാരണം ഡൈവർമാർ ഒരു സ്ഥലത്ത് ചാടുമ്പോഴേക്കും ഈ പുഴയുടെ അടിത്തട്ടിലെ വലിയ ഒഴുക്ക് കാരണം ഒരു 10-20 മീറ്ററെങ്കിലും അപ്പുറത്തേക്കാണ് അവർ ഈ റിവർ ബെഡിൽ ലാൻഡ് ചെയ്താലും ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യം, അത്രത്തോളം വിസിബിലിറ്റി തീരെയില്ലാത്ത സാഹചര്യം. അങ്ങനെ പല പ്രതിസന്ധികളും ഈ ഗംഗാവാലി പുഴയിലെ പരിശോധനയിലുണ്ട്. എന്തായാലും ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുകയാണ്. എന്തായാലും ഇന്ന് ഈ മലയാളി രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവരെ അകത്തേക്ക് കടത്തി വിടുന്നില്ല പോലീസ്. അവർ കർശനമായി തന്നെ വേണ്ട എന്ന് പറയുകയാണ്. രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർ ഇവിടെ കാർവാർ എസ്.പിയുമായി സംസാരിക്കുമ്പോഴും എസ്.പിയുടെ വാക്കുകൾ പോലും ഇവിടെ നിൽക്കുന്ന പോലീസുകാർ കേൾക്കാൻ തയ്യാറാവുന്നതിന് നമ്പറൊക്കെ പരിശോധിക്കട്ടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അവർക്കും അല്പസമയത്തിനകം കാർവാർ MLA-യുടെയൊക്കെ ഇടപെടലിൽ അവരെ കൂടി അങ്ങോട്ട് കടത്തിവിടുമെന്ന് പ്രതീക്ഷിക്കാം. അവർ പോകേണ്ടത് അതിപ്രധാനമാണ് എന്ന് പറഞ്ഞാൽ അവർക്കിതിൽ എക്സ്പെർട്ടൈസ് ഉറപ്പായും ഉണ്ട്. രഞ്ജിത്തൊക്കെ ഒരുപാട് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവരാണ്, എക്സ്പെർട്ടൈസ് അവർക്കുണ്ട്. അവർ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കും ഒരു ആശ്വാസമാണെന്ന് ഉറപ്പായും പറയാം കൃഷ്ണ സ്മിത. എന്തായാലും ഇന്ന് 8ാം നാൾ ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൗത്യത്തിനാണ്. അതിനിടയിൽ പ്രശ്നമാവുന്നത് ഈ മഴയാണ്. നമ്മൾ ഇന്നലെയും കണ്ടു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വെയിൽ സാഹചര്യമൊക്കെ വന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി വീഴുന്ന തരത്തിലുള്ള വലിയ പെരുമഴ നമ്മൾ കണ്ടു.